വല്ലാത്തൊരു പൂതി എന്താന്ന് വെച്ചാൽ നാടൻ രീതിയിൽ നല്ലൊരു പൊതിച്ചോറ് തിന്നണം. അപ്പോൾ അത് നമ്മളങ്ങ് വിട്ടാൽ പറ്റൂലല്ലോ. ഫസ്റ്റ് കുറച്ച് പയറൊക്കെ കട്ട് ചെയ്തു, ചതക്കി ഉള്ളി ഇട്ട് മഞ്ഞളിൻ്റെ പൊടി ഇട്ട് അതൊന്ന് ഓയിലിൽ കടുക് പൊട്ടിച്ചിട്ടിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് മീൻ പൊരിക്കും. നല്ല അയക്കൂറാണ് കിട്ടിയത്. അയക്കൂറിൽ കുറച്ച് മുളകിന് പൊടി മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ട് മിക്സാക്കി അത് അങ്ങ് കരിവേപ്പിലിട്ട് ഓയിലിട്ട് അതിൽ പൊരിക്കാനിട്ട് അതൊന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ചതക്കിയ കുറച്ച് അതിന് മുകളിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ അത് നോക്കുമ്പോഴേക്കും അപ്പം തന്നെ നമ്മൾ പയറൊന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചില്ലി ഫ്ലേക്സാണ് ഇടുന്നത്. അതിട്ട് നിന്ന് നമ്മൾ മീനൊക്കെ റെഡിയായി. അടുത്ത് നമുക്കൊരു മീൻ കറി വെക്കാൻ ഈസി ആയിട്ടുള്ള ഒരു കുടംപുളിയിട്ട മീൻ കറി. അപ്പോൾ അതിനുള്ള കടുക് ജീരകവും ഉലുവയൊക്കെ പൊട്ടി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം മുളകിൻ്റെ പൊടി മഞ്ഞളിൻ്റെ പൊടിയും മിക്സ് ആക്കിയിട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒന്ന് ഒഴിച്ച് കൊടുത്ത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചുള്ള മീനുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുമ്പേ കുടംപുളി ഞാൻ പുതർത്തിയിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്ത് അത് അങ്ങ് റെഡിയായി. അത് അടുത്ത് എന്താണെന്ന് വെച്ചാൽ മുട്ട ആംപ്ലേറ്റ്, പൊതിച്ചോറിന് മുട്ട ആംപ്ലേറ്റ് ഇല്ലാണ്ടില്ലല്ലോ. അങ്ങനെ അതും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഇപ്പം മുളക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതങ്ങനെ റെഡി. അപ്പോൾ വാഴയില്ലെങ്കിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി അതിൻ്റെ അപ്പുറം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ചോറിട്ട് തോരനിട്ട് അതിന് മീൻ പൊരിച്ച് ചമ്മന്തി മുട്ട ആംപ്ലേറ്റ്. അപ്പോൾ അതൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെച്ച്. അപ്പോൾ മീൻ കറി ഇന്ന് മാന്തലാണ് കിട്ടിയത്, തേങ്ങ അരച്ച കറി. മോനെ ഒന്ന് തുറക്കുന്ന സമയത്തുണ്ടല്ലോ പൊളിയായി, എന്താ ടേസ്റ്റ് എന്നറിയാം. ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ശരിക്കും കഴിക്കുന്നവരല്ലേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ ഒരു ആ ടേസ്റ്റും നാവിന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ ടേസ്റ്റായി. കഴിച്ചോളൂ, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ എന്തിനാ ഇത്ര ദിവസം മിസ് ചെയ്യുന്നതെന്ന് വെച്ച് ഞാൻ ഓർത്തുപോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് കമൻറ്റ്. ബൈ ഗൈസ്.